കഴിഞ്ഞ തിരുഹൃദയ തിരുനാളിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ച് അവിടെ സന്നിഹിതരായിരുന്ന ആയിരക്കണക്കിന് പുരോഹിതരോടും വൈദിക വിദ്യാർത്ഥികളോടും ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒറ്റ ചോദ്യം ഇതായിരുന്നു: എന്താണ് പൗരോഹിത്യത്തിൻ്റെ കാതൽ? എവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ മർമ്മം? പൗരോഹിത്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, വെല്ലുവിളികളിലേക്ക്, ധ്യാനത്തിലേക്ക് നയിക്കുന്ന സംഭാഷണങ്ങളായിരുന്നു അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ നടത്തിയത്. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പൗരോഹിത്യ സംഭാഷണങ്ങളുടെ സമാഹാരമാണ്. പുരോഹിതൻ്റെ ഹൃദയകാതൽ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സെബാസ്റ്റ്യൻ പെരുമ്പനാനി OCD അച്ഛനാണ്. കാർമൽ പബ്ലിക്കേഷനാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും ഒക്കെയായിരുന്നു ഈ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ ഇന്ന് പൗരോഹിത്യം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലുണ്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടിക്കിഴിച്ചു വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6:21 നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിൻ്റെ നിക്ഷേപം ഉള്ളിടം എവിടെയാണോ അവിടം കണ്ടെത്തുക, അവിടെയാണ് നിൻ്റെ ഹൃദയമെന്നാണ് പാപ്പായും നമ്മെ അടിവരയിട്ട്, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനവും ലക്ഷ്യവും മാർഗവും ഈ തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുരോഹിതൻ കരുണയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിലേക്ക് വളരുമ്പോഴാണ് പൗരോഹിത്യ ധർമ്മം അവൻ നന്നായി ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ് പാപ്പ ഊന്നൽ നൽകിയത്: കരുണയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ വഴിയിലേക്ക് മുന്നേറുക. കരുണയും പരിശുദ്ധ അമ്മയും, ഈ 2 കാര്യങ്ങളെ ജീവിതത്തിലേക്ക് സമന്വയിപ്പിച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് പൗരോഹിത്യം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പൗരോഹിത്യ ധർമ്മം ഏറ്റവും മനോഹരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് കരുണയുടെ വഴിയിലൂടെ പരിശുദ്ധ അമ്മയുടെ സമർപ്പണ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള ഒരു വെല്ലുവിളികളുടെ, ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇവ. ഇതിൻ്റെ ഉള്ളടക്കം പുരോഹിതൻ്റെ ഹൃദയകാതൽ, ലാളിത്യത്തിൻ്റെ പാതയിലൂടെയുള്ള നമ്മുടെ ജീവിതം, നല്ല ഇടയൻ്റെ ഒരു പരിവേഷം നമുക്ക് എപ്രകാരം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റും, അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ പാത്രമാവുക. ഇങ്ങനെ വളരെ ലളിതമായ ഭാഷയിൽ, ലളിതമായ അർത്ഥതലങ്ങളിലേക്ക് ചില അനുഭവങ്ങളുടെ കെട്ടുറപ്പോടുകൂടി അദ്ദേഹം നമ്മെ കൊണ്ടുപോകുകയാണ്. ആടുകളെ അറിയുന്ന ഇടയന്മാരെക്കാൾ ഉപരി ആടുകളുടെ ഗന്ധമുള്ള പുരോഹിതന്മാരായിരിക്കണമെന്നാണ് ഓരോ പുരോഹിതരെയും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. ആടുകളെ അറിയുന്നവരെക്കാൾ ആടുകളുടെ ഗന്ധമുള്ള പുരോഹിതർ. അങ്ങനെയുള്ള പുരോഹിതരാകാൻ കൊതിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക്, അങ്ങനെയുള്ള വൈദികർക്ക് കൂടുതൽ വഴികാട്ടിയും പ്രചോദനവും പൗരോഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു പുസ്തകമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുരോഹിതൻ്റെ ഹൃദയകാതൽ എന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ ആദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉന്നയിച്ച അടിസ്ഥാനപരമായ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തുടക്കത്തിൽ തന്നെ അദ്ദേഹം തരികയാണ്. ആദ്യത്തെ അധ്യായം പുരോഹിതൻ്റെ ഹൃദയകാതലാണ്. നല്ലിടയൻ്റെ ഹൃദയവും പുരോഹിതരായ നമ്മുടെ ഹൃദയവും. നല്ലിടയൻ്റെ ഹൃദയത്തിലേക്ക് പുരോഹിതൻ്റെ ഹൃദയം എന്ന് എത്തിച്ചേരുന്നുവോ അന്നാണ് പൗരോഹിത്യത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൃദയമാണ് ഓരോ പുരോഹിതൻ്റെയും കാതൽ. 2 ഹൃദയങ്ങളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. ഒന്ന് നല്ലിടയനായ ഈശോയുടെ ഹൃദയം, 2 ഓരോ പുരോഹിതരുടെയും ഹൃദയം. നല്ലിടയൻ്റെ ഹൃദയം നമ്മെ കാരുണ്യം കാട്ടിത്തരുന്ന ഹൃദയം മാത്രമല്ല, അത് അതിൽ തന്നെ കാരുണ്യമാണ്. സുവിശേഷത്തിൽ ഉടനീളം നാം കണ്ടെത്തുന്നത് ഈശോയുടെ നല്ല ഭാവങ്ങളാണ്. കരുണാർദ്രമായ മുഖമുള്ള, ഹൃദയമുള്ള യേശുവിൻ്റെ നല്ല ഭാവങ്ങളാണ് സുവിശേഷത്തിലുടനീളം നാം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പുരോഹിതനിലും
ഈ കരുണയുടെ മുഖഭാവം, ഹൃദയഭാവം എന്ന് നിഴലിക്കുന്നുവോ അന്നാണ് നല്ലിടയൻ്റെ ജീവിതത്തിലേക്ക്, നല്ലിടയൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പുരോഹിതന് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. തൻ്റെ സ്നേഹം പരിമിതികൾ ഇല്ലാത്തതാണെന്ന് നല്ലിടയൻ്റെ ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിമിതികളില്ലാത്ത ഒരു ഹൃദയത്തിലേക്ക് പുരോഹിതൻ എത്തിച്ചേരണം. അവിടെയാണ് കരുണയുടെ പ്രസക്തി. എത്രമാത്രം പരിമിതികൾ വെച്ചുകൊണ്ടാണ് നാം സ്നേഹിക്കുന്നതും കരുണ കാണിക്കുന്നതുമൊക്കെ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സ്നേഹം പരീക്ഷണമായി പോകുകയോ അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ നാം അവിടുത്തെ അനന്തവും അതിരുകളില്ലാത്തതുമായ ആത്മദാനമാണ് ദർശിക്കുന്നത്. സുവിശേഷത്തിൽ ഓരോ ഉപമയിലൂടെയും ഓരോ ദർശനങ്ങളിലൂടെയും ഓരോ അനുഭവങ്ങളിലൂടെയും ഈശോയുടെ മുഖഭാവം, ഹൃദയഭാവം ഈ ആത്മദാനത്തെയാണ് കുറിക്കുന്നത്. അവിടെ അവിടുത്തെ വിശ്വസ്തതയും താഴ്മയാർന്നതുമായ സ്നേഹത്തിൻ്റെ ഉറവിടവും നാം കണ്ടെത്തുന്നുണ്ട്. ഈ സ്നേഹം നമ്മെ വിമോചിപ്പിക്കുകയും മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇവിടെ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഓരോ പുരോഹിതനും മറ്റുള്ളവരെ സ്വതന്ത്രരാക്കാൻ പറ്റുന്നുണ്ടോ, വിമോചിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലായ്മയുടെ ഇടങ്ങളിൽ നിന്ന്, സ്നേഹരാഹിത്യത്തിൽ നിന്നൊക്കെ സ്വതന്ത്രരാക്കാൻ, വിമോചിപ്പിക്കാൻ ഓരോ പുരോഹിതനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നല്ലിടയനാണ്. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ചോദ്യം നാം അഭിമുഖീകരിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം എവിടേക്കാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്? അനുദിനം, പ്രതിവാരം നാം നമ്മോട് തന്നെ നിരന്തരം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ഹൃദയം എവിടെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 6:21 വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: നിൻ്റെ നിക്ഷേപം എവിടെയാണ്, അവിടെയാണ് നിൻ്റെ ഹൃദയവുമെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ പുരോഹിതനും ഇടയ്ക്കൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് മാർപ്പാപ്പ ഇതിനെ നമുക്ക് മുമ്പിൽ തരുന്നത്. എൻ്റെ ഹൃദയം എന്താണ് പ്രേരിപ്പിക്കുന്നത്? അത് കരുണയുടെ ഭാവമാണോ, സ്നേഹത്തിൻ്റെ ഭാവമാണോ, വാത്സല്യത്തിൻ്റെ ഭാവമാണോ, ആടുകളുടെ മണമറിയാനുള്ള ആ ഒരു ഉത്സാഹമാണോ? ഇങ്ങനെ ജീവിതത്തിൽ നമ്മെ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്ന് ഓരോ പുരോഹിതനും അനുദിനം ചിന്തിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ലാളിത്യത്തെക്കുറിച്ചുള്ള ഒരു പഠനവുമായിട്ടാണ്. അത് കരുണയെക്കുറിച്ചാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ തന്നെ ലഭിക്കും. നാം എല്ലാവരും ഐക്യത്തിൽ കരുണ എന്ന പ്രമേയത്തെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിക്കണമെന്ന് നിരന്തരം നമ്മളെല്ലാവരും അനുസ്മരിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ കരുണ പൗരോഹിത്യത്തിൽ എന്തുമാത്രം പ്രസക്തമാണ്, അല്ലെങ്കിൽ ഓരോ പുരോഹിതരിലും ഈ കരുണയുടെ അംശം എന്തുമാത്രം വിളങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. സ്ത്രൈണ പദാവലികളിൽ വീക്ഷിക്കുമ്പോൾ കരുണ ഒരു അമ്മയുടെ ആർദ്രമായ സ്നേഹമെന്നാണ് നാം കണ്ടെത്തുന്നത്. തൻ്റെ നവജാത ശിശുവിൻ്റെ ബലഹീനത ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അവൾ കുഞ്ഞിനെ കരങ്ങളിലെടുക്കുന്നു. ജീവിക്കാനും വളരുവാനും അതിന് ആവശ്യമുള്ളതെല്ലാം അവൾ അതിന് നൽകുന്നുണ്ട്. ഇപ്രകാരം മക്കൾ വളരുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവരെ സ്ഥിരമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ വിശ്വസ്തതയും മറ്റൊന്നാണ്. ഇങ്ങനെ കരുണ ഒരു ഉടമ്പടിയുടെ ഫലമാണ്. അതുകൊണ്ടാണ് ദൈവം കരുണയുടെ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അതേസമയം അത് ദയയുടെയും നന്മയുടെയും തികച്ചും സൗജന്യവും സ്വതന്ത്രവുമായ ഒരു പ്രവൃത്തിയാണ്. ഈ കരുണയിലേക്കാണ് ഓരോ പുരോഹിതനും വളരേണ്ടത്. പുരോഹിതൻ എന്നാൽ അവന് പിതൃഭാവവും മാതൃഭാവവും നെഞ്ചോട് ചേരുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ നന്മയും ദയയുമൊക്കെ സമന്വയിക്കുന്നിടത്താണ് കരുണ അവൻ്റെ ജീവിതത്തിൽ നിന്നും പുറപ്പെടുന്നത്. അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്ന് ഉപവിയിൽ ബാഹ്യമായ ആവിഷ്കാരം കണ്ടെത്തുന്നുണ്ട്. ഏവർക്കും വിലമതിക്കാനും ഏവരെയും വിലമതിക്കാനും ഉതകുന്ന വിധത്തിൽ ഈ കരുണ ഒരു പുരോഹിതനെ തീർച്ചയായും വളർത്തും. ആ കരുണാർദ്ര സ്നേഹത്തിലേക്ക് ക്രിസ്തു നയിച്ച
ക്രിസ്തുവിൻ്റെ മുഖമുള്ള ആ കരുണാർദ്ര ഭാവത്തിലേക്ക് പുരോഹിതൻ വളരണമെന്ന് വീണ്ടും വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദുരിതം അനുഭവിക്കുന്നവരോട് അനുകമ്പ കാണിക്കുക, ആവശ്യത്തിലായിരിക്കുന്നവരോട് സഹതപിക്കുക, അനീതിയുടെ അനുഭവങ്ങളിൽ നിന്നും ഒരുവൻ്റെ ഉള്ളിൽ നിന്നും ഉയരുന്ന രോഷം, കാര്യങ്ങൾ ശരിയായി ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർണമായ ആദരവോടെ പ്രതികരിക്കാനുള്ള ആഗ്രഹം, ഇവ രണ്ടുമാണ് ഇതിൻ്റെ അർത്ഥം. കരുണയെക്കുറിച്ചുള്ള സ്വാഭാവികമായ ഈ വികാരത്തെക്കുറിച്ച് വിചിന്തനം നടത്തിയാൽ ഈ നിർവചനം സവിശേഷതയുടെ പേരിൽ ദൈവത്തെ തന്നെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നാം കണ്ടെത്തി തുടങ്ങും. കരുണ എന്തു മനസ്സിലാക്കുന്നതോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് കരുണ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതോ അന്ന് ദൈവം ആരാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ തന്നെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ കരുണ സമം ദൈവമെന്ന് നമുക്ക് വിളിക്കാം. യേശു നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിച്ചത് ഈ സവിശേഷതയിലൂടെയാണ്. അതുകൊണ്ട് കരുണയെന്നാണ് ദൈവത്തിൻ്റെ പേര്. ആ പേര് നമ്മുടെ ജീവിതത്തോട് ചേരുമ്പോൾ മറ്റുള്ളവർ ദൈവിക സാന്നിധ്യമുള്ള ഒരു പ്രതിപുരുഷനായി ഓരോ പുരോഹിതനെയും കാണും. കാരുണ്യപ്രവർത്തികളേക്കാൾ ഉപരിയായി മറ്റൊന്നും നമ്മെ ദൈവവുമായി ഐക്യപ്പെടുത്തുന്നില്ല. എന്തെന്നാൽ കാരുണ്യനിമിത്തമാണ് ദൈവം നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും അവിടുത്തെ നാമത്തിൽ കാരുണ്യപ്രവർത്തികൾ ശീലിക്കുവാൻ ആവശ്യമായ കൃപ നമുക്ക് നൽകുകയും ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനേക്കാൾ കൂടുതലായി ഒന്നും നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നില്ല. ദൈവേച്ഛയും അവിടുന്ന് നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യവും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വചനത്താൽ അടിസ്ഥാനപരമായും ചേർന്ന് നിൽക്കുന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ദൈവവുമായി ഒരു പുരോഹിതന് ബന്ധമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത് അവൻ്റെ കരുണയുടെ ആഴം തിരിച്ചറിയുമ്പോഴാണ്. എത്രമാത്രം കാരുണ്യത്തോടെ സംസാരിക്കാനും കാരുണ്യത്തോടെ അവനെ സ്പർശിക്കാനും മറ്റുള്ളവരോട് ബന്ധപ്പെടാനുമൊക്കെ ഒരു പുരോഹിതന് സാധിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവനിലെ ദൈവ സാന്നിധ്യം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. ഈ ദൈവ സാന്നിധ്യമാണ് കരുണ എന്ന പേരിൽ നാം വിളിക്കുന്നത്. അതുതന്നെയാണ് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, കരുണ എന്നാൽ ദൈവം തന്നെ. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിൽ ഇത് നാം ദർശിക്കുന്നുണ്ട്. തൻ്റെ ജനത്തോടും മറ്റുള്ളവരോടും യേശുവിനുള്ള അനുകമ്പയിൽ നിന്നുമാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം മറ്റുള്ളവരോടുള്ള ഒരു കരുതലിൽ നിന്നാണ്, അവനോടുള്ള ഒരു അനുകമ്പയിൽ നിന്നും കരുണയിൽ നിന്നുമൊക്കെ സംഭവിച്ച അത്ഭുതമാണ്. അതായിരുന്നു യേശുവിൻ്റെ ഭാവം. ആ കരുണയുടെ ഭാവത്തിൽ നിന്നാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. നാം കരുണാപൂർവം പ്രവർത്തിക്കുമ്പോൾ സമാനമായ ചിലത് സംഭവിക്കുന്നുണ്ട്. കരുണയുടെ അപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധമാനമാകുന്നു. അത് കൂടുതൽ വ്യാപ്തിയോടെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നു. നമ്മുടെ കരുണയുള്ള നോട്ടങ്ങളും സ്പർശനങ്ങളും സംസാരങ്ങളുമെല്ലാം ജീവിതത്തിൽ ഈ അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനെ നമ്മുടെ ജീവിതത്തിലിട്ട് ധ്യാന വിഷയമാക്കാം. പിന്നീട് വരുന്നതും ഈ ലളിതമായ ജീവിതത്തിൽ കരുണയിൽ എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ നാം നെയ്തെടുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി, ആർദ്രതയ്ക്കു വേണ്ടിയുള്ള അവരുടെ വിശപ്പും ദാഹവും തൃപ്തിപ്പെടുത്തുവാൻ നമ്മിൽ ആഗ്രഹമുണ്ടാക്കുന്ന ആ സകല മുഖങ്ങളെക്കുറിച്ച് നാം സംസാരിക്കണം. ദൈവത്തെ ധ്യാനിപ്പിക്കാൻ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ദൈവത്തെ സംസാരിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ദൈവം ഇന്നും പ്രസക്തനാണ്, ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ചിന്താശകലങ്ങൾ എന്തുമാത്രം ഒരു പുരോഹിതനിൽ നിന്നും കടന്നു വരുന്നുണ്ട് എന്ന് ഓരോ പുരോഹിതനും ചിന്തിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവൃത്തിയിൽ സദാ കരുണ ധ്യാനിക്കപ്പെടണം. പക്ഷേ സകലതും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ളതാവണം ആ പ്രവൃത്തി. കാരുണ്യം നമ്മുടെ മുഴുവൻ അസ്തിത്വത്തെയും വ്യാപൃതമാക്കുന്നു. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആത്മചൈതന്യം എന്നിവയെ, അതുപോലെ തന്നെ മറ്റു ജീവികളെയും ഇതിലേക്ക് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഈ കരുണയ്ക്കുള്ള പങ്ക് അത് മനോഹരമായി മാർപ്പാപ്പ
ഓരോ പുരോഹിതരോടും വൈദിക വിദ്യാർത്ഥികളോടും സംവദിക്കുകയാണ്. 2014 മാർച്ചിൽ റോമിലെ പുരോഹിതരോട് ഒരു ഓർമ്മപ്പെടുത്തലായി മാർപ്പാപ്പ പറഞ്ഞത് നാം ഈ അവസരത്തിൽ ഓർക്കണം. തൻ്റെ ജനങ്ങളോട് അടുത്ത ഒരാളായിരിക്കുന്നതിനും സകലരുടെയും ദാസനായിരിക്കുന്നതിനും പുരോഹിതനെ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തണമെന്നാണ് 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത്. ഇത് തന്നെ ഈ തിരുഹൃദയ തിരുനാളിലും അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ഒരാളായിരിക്കണം, സകലരുടെയും ദാസനായി മാറണം, കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും മനുഷ്യനാക്കി രൂപാന്തരപ്പെടണം. നാം ആ മനുഷ്യനായി രൂപാന്തരപ്പെടുമ്പോൾ മാത്രമാണ് അപരനെ ആ രൂപാന്തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതാണ് പൗരോഹിത്യ ധർമ്മം. അന്നത്തെ ആഘോഷവേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മാതൃകയിൽ അവരുടെ ഹൃദയങ്ങൾ രൂപപ്പെടാൻ വേണ്ടിയും ശുശ്രൂഷാ ദൗത്യം ആനന്ദപൂർവ്വം നിർവഹിക്കുന്നതിലൂടെ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവവിളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ദിവ്യബലിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുകയുണ്ടായി. ലൗകികതയുടെ അരൂപി അടിച്ചേൽപ്പിക്കുന്ന സകല എതിർപ്പുകളെയും പരാജയപ്പെടുത്തി തങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ സമ്മാനമാക്കുവാൻ യുവജനങ്ങളുടെ സമ്മതമെന്നും ഉണ്ടാകുമെന്ന പ്രത്യാശയോടെയായിരുന്നു ആ പ്രാർത്ഥനകളെല്ലാം. തങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ സമ്മാനമാക്കുവാൻ എപ്രകാരം ഓരോ പുരോഹിതനും വൈദിക വിദ്യാർത്ഥികൾക്കും സമ്പൂർണ്ണമായി സ്നേഹിക്കാനും സമ്പൂർണ്ണമായി യേശുവിലേക്ക് സമർപ്പിക്കുവാനും പറ്റുന്നുണ്ട് എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കരുണയാണ് പ്രത്യാശയുടെ മാതാവ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും ഓർമ്മിപ്പിച്ചു. കരുണയാണ് പ്രത്യാശയുടെ മാതാവ്. കാരുണ്യത്തെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി സുവിശേഷം അവതരിപ്പിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇന്നത്തെ ലോകത്തിനും അതിലെ ഓരോ വ്യക്തിക്കും ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകൽ ഏറ്റവും അധികം ആവശ്യമുള്ളത് എവിടെയാണെന്ന് കണ്ടെത്തുകയാണ്. ആർക്കാണ് സ്നേഹം ആവശ്യമുള്ളത്? അല്ലെങ്കിൽ എവിടേക്കാണ് ഒരു പുരോഹിതൻ്റെ കരുണയും സ്നേഹവുമൊക്കെ നിറഞ്ഞൊഴുകേണ്ടത് എന്ന് കണ്ടെത്താൻ ഇന്നത്തെ പൗരോഹിത്യത്തിന് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൗരോഹിത്യം വിജയിച്ചിരിക്കുന്നു. തൻ്റെ അജഗണങ്ങളിൽ ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഓരോ അജഗണങ്ങളെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പാത്രമാക്കി മാറ്റാൻ ഒരു പുരോഹിതന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവൻ്റെ പൗരോഹിത്യം കൂടുതൽ മനോഹരമാകുന്നത്, കൂടുതൽ അർത്ഥവത്താകുന്നത്. കാരുണ്യം ജ്വലിപ്പിക്കുന്ന ലജ്ജയുടെയും ദൃഢവിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള ആന്തരിക പിരിമുറുക്കത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർന്നു വരട്ടെ എന്നാണ് പാപ്പ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചത്. ലജ്ജ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. പക്ഷേ ദൃഢവിശ്വാസം ഇപ്രകാരം പറയുന്നു: എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനായിത്തീരും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായിത്തീരും. സങ്കീർത്തനമാണ്. അപ്പോസ്തോലികമായിത്തീരുന്ന ഒരു ദൃഢവിശ്വാസം ഇങ്ങനെ ചൊല്ലുന്നു: അവിടുത്തെ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമങ്ങളെ ഞാൻ അവിടുത്തെ വഴി പഠിപ്പിക്കും, പാപികൾ അവിടുന്നിലേക്ക് തിരിച്ചു വരും. സങ്കീർത്തനങ്ങളും ലേഖനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ പൗരോഹിത്യവും ചൊല്ലിത്തീർക്കേണ്ട പ്രാർത്ഥനകളെ, കടന്നു പോകേണ്ട ധ്യാന വഴികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഈ ദർശനങ്ങളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ക്ഷമയെക്കുറിച്ച്, കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചില വാക്കുകളാണ്. അതിപ്രകാരമാണ്: ദൈവം വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു. നമ്മളാണ് ക്ഷമിച്ചു മടുക്കുന്നത്. ക്ഷമിക്കുന്നതിൽ ദൈവത്തിന് ഒരിക്കലും മടുപ്പുണ്ടാകുന്നില്ല. ഉണങ്ങി വരണ്ട് കഠിനമായി തീർന്ന നമ്മുടെ ഹൃദയ വയലുകളിൽ കൃപയുടെ നിതാന്തമായ ഒഴുക്ക്, വേരോട്ടം വളരെ പ്രയാസകരമാണ് എന്ന് അറിയുമ്പോഴും ദൈവത്തിന് ക്ഷമിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവം ക്ഷമയുടെ കൂടാരമാണ്.
അതുകൊണ്ടാണ് ക്ഷമിക്കുന്നതിൽ അവിടുത്തേക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്തത്. തൻ്റെ കാരുണ്യവും ക്ഷമയും വിതയ്ക്കുന്നത് അവിടുന്ന് ഒരിക്കലും നിർത്തിവെക്കുന്നില്ല. അവിടുന്ന് നമ്മിലേക്ക് തിരികെ വരുന്നത് സദാ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ ഒരു മനോഭാവമാണ് ഓരോ പുരോഹിത ഹൃദയത്തിലേക്കും സ്വീകരിക്കേണ്ടത്. ഒരിക്കലും ക്ഷമിക്കാൻ മടുപ്പ് തോന്നാത്ത, എന്തുമാത്രം വേണമെങ്കിലും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കാൻ പോകുന്ന പൗരോഹിത്യ ജീവിതങ്ങൾ വളരുമ്പോൾ മാത്രമാണ് പൗരോഹിത്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ധർമ്മം ഈ ലോകത്തിന് കൂടുതൽ സ്വീകാര്യമായി മാറുന്നത്. അവിടുത്തെ കാരുണ്യമാകുന്ന പുതിയ വീഞ്ഞ് സൂക്ഷിക്കാൻ അവിടുന്ന് പുതിയ തോൽക്കുടമെടുക്കുന്നു. പഴയതോ കേടുപാട് തീർത്തതോ ആയ പഴയ തോൽക്കുടത്തിലല്ല പുതിയ വീഞ്ഞ് സൂക്ഷിക്കുക. പുതിയ വീഞ്ഞു തോൽക്കുടം കാരുണ്യം തന്നെയാണ്, നമുക്ക് അനുഭവപ്പെടുന്ന അവിടുത്തെ കാരുണ്യം. ഈ പുതിയ തോൽക്കുടമാണ് കാരുണ്യത്തിൽ ചാലിച്ച് നമുക്ക് തരുന്നത്. അത് കാരുണ്യമാണ്. അത് ഓരോരുത്തരിലേക്കും സ്വീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ സംഭാഷണം കൂടുതൽ മനോഹരമാക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാരുണ്യമാണ് ഓരോ പൗരോഹിത്യ ധർമ്മത്തിൻ്റെയും അടിസ്ഥാനം. ഓരോ പൗരോഹിത്യവും കാരുണ്യത്തിലാണ് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം നമ്മളും പ്രാർത്ഥിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. ദാവീദ് ഒരു പുതിയ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഓരോ പുരോഹിതൻ്റെയും ഹൃദയത്തിൽ നിന്നും വരേണ്ട പ്രാർത്ഥനയാണിത്. നിർമ്മലമായ ഒരു ഹൃദയവും അചഞ്ചലമായ ഒരു നവചൈതന്യവും, ഒരിക്കലും മങ്ങിപ്പോകാത്ത ഒരു ചൈതന്യം ഓരോ പുരോഹിതനിലേക്കും വരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. തെറ്റുകളെ തിരുത്തുന്ന കാരുണ്യം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സൂക്ഷിക്കുന്നവർ സമാനമായ തെറ്റുകൾക്ക് അവരും കാരുണ്യം, മാപ്പ് എന്നീ സുഹൃതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മളെ തന്നെ സൂക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ തന്നെ കഥയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കഥ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. അവിടെ നിങ്ങൾ ഏറെ കാരുണ്യം കണ്ടെത്തും. ലഹരിക്ക് അടിമകളായവരെ ഉപദേശിക്കുന്നവരിൽ ഇത് നാം കാണുന്നുണ്ട്. തങ്ങളുടെ തന്നെ ദൗർബല്യത്തെ കീഴടക്കിയവരാണ്. മറ്റുള്ളവരുടെ ദൗർബല്യം മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും വെല്ലുവിളിക്കാനും കഴിയുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല കുമ്പസാരക്കാർ അവർ തന്നെ സാധാരണയായി നല്ല അനുതാപികളാണ്. നാം തന്നെ ഏതു രീതിയിലുള്ള അനുതാപിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വലിയ വിശുദ്ധർ മിക്കവരും വലിയ പാപികളായിരുന്നു. അല്ലെങ്കിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ വലിയ പാപികളാകാത്തത് എന്ന് തിരിച്ചറിഞ്ഞവരും. മിക്ക വിശുദ്ധരും പാപികളായിരുന്നു. ആ പാപത്തിൽ നിന്ന് ഒരു മാറി നടക്കലിലാണ് അവർക്ക് വിശുദ്ധിയുടെ പാത തുറന്നു കിട്ടുന്നത്. അതുപോലെ തന്നെ ഓരോ പുരോഹിതനും കുമ്പസാരക്കൂട്ടിൽ, കരുണയുടെ കൂടാരത്തിൽ, ക്ഷമയുടെ കൂടാരത്തിൽ ഇരിക്കുന്ന ഓരോ പുരോഹിതനും നല്ല ഒരു അനുതാപിയായി മാറണം. എന്ന് പുരോഹിതന് നല്ല അനുതാപിയാകാൻ പറ്റുന്നോ അന്ന് മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് നയിക്കുന്ന, പാപബോധം നഷ്ടപ്പെടുത്താതെ ഓരോ പാപത്തെയും ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല വ്യക്തിയായി പുരോഹിതന് മാറാൻ പറ്റുന്നത് ആ അവസരത്തിലാണ്. അതുകൊണ്ട് തന്നെ കുമ്പസാരക്കൂട് മുഴുവൻ കാരുണ്യമാണ്, ക്ഷമയാണ്. അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടെത്തിക്കാൻ ഈ കൂദാശ ഏറ്റവും മനോഹരമായി പരികർമ്മം ചെയ്യാൻ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു നല്ല വ്യക്തിയായി പുരോഹിതൻ മാറണം. അവിടുത്തെ അപജയങ്ങളൊന്നും, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന പരാജയങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും വിശുദ്ധമായ ഈ കുമ്പസാരക്കൂടിനെ ഏറ്റവും വിശുദ്ധിയോടെ നോക്കിക്കാണാൻ തൻ്റെ അജഗണങ്ങളെ പഠിപ്പിക്കേണ്ടതും പുരോഹിതനാണ്. കാരുണ്യത്തിൻ്റെ പാത്രങ്ങളെ തേടി പുണ്യവാന്മാരുടെ കോവണിപ്പടി കയറുമ്പോൾ അവസാനം നാം എത്തി നിൽക്കുക പരിശുദ്ധ അമ്മയുടെ സവിതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ കാരുണ്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ വഴിയിലേക്ക് ഓരോ പുരോഹിതനും കടന്നു ചെല്ലാൻ സാധിക്കണം. കാരുണ്യം സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക ലളിതവും എന്നാൽ അത് പരിപൂർണവുമാണ്. അത് പരിശുദ്ധ മറിയത്തിലൂടെ സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്.
കൃപാവരത്തോടുള്ള അവളുടെ സ്വതന്ത്ര സമ്മതം ധൂർത്തപുത്രനെ വിനാശത്തിലേക്ക് നയിച്ച പാപത്തിനു നേരെ വിപരീതമാണ്. അവളുടെ കാരുണ്യം അവളുടെ സ്വന്തമാണ്, നമുക്കും സ്വന്തമാണ്, തിരുസഭയ്ക്കും സ്വന്തമാണ്. ദൈവം അവളുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും തുടരുമെന്ന് അവൾ തിരിച്ചറിയുന്നു. മറിയം ഈ കാരുണ്യത്തിൻ്റെ പ്രവർത്തനത്തെ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ നാം ഇത് വായിച്ചറിയുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിത വഴികളിലൂടെ ഓരോ പുരോഹിതനും കടന്നു പോകണം. അവൾ സ്വീകരിച്ച ലാളിത്യവും അവൾ കടന്നുപോയ വാത്സല്യവും സ്നേഹവുമൊക്കെ മറ്റുള്ളവരിലേക്കും പകർത്തി ജീവിക്കുമ്പോഴാണ് ഓരോ പുരോഹിതനും കൂടുതൽ കാരുണ്യത്തിൻ്റെ പ്രതീകമായി മാറാൻ സാധിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായി ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവസാനമായി മറിയത്തിൻ്റെ ആ ദർശനത്തിൽ എല്ലാം സമഗ്രമാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ദർശനം. അത് എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്നു. നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം. അത് പല കഷണങ്ങളല്ല, ഭാഗികമല്ല. കാരുണ്യം കാര്യങ്ങളെ ഒന്നായി കാണുന്നു. എന്താണ് അടിയന്തരാവശ്യമെന്ന് തിരിച്ചറിയുന്നു. ഇതുതന്നെയാണ് ഓരോ പുരോഹിതനിലും വേണ്ടത്. കാര്യങ്ങളെ സമഗ്രമായി പഠിച്ചുകൊണ്ട് അടിയന്തരമായി എന്താണ് കൊടുക്കേണ്ടത്, അത് കാരുണ്യമാണെങ്കിൽ അങ്ങനെ, സ്നേഹമാണെങ്കിൽ അങ്ങനെ, വാത്സല്യമാണെങ്കിൽ അങ്ങനെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉന്നയിച്ച അടിസ്ഥാനപരമായ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ തന്നെ ഓരോ പുരോഹിതനിലും നിഴലിക്കേണ്ടത് കാരുണ്യവും പരിശുദ്ധ മറിയത്തോടുള്ള അവളുടെ സമർപ്പണ വഴികളിലേക്കുള്ള യാത്രയുമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കു വേണ്ടിയും ജനങ്ങളോടൊപ്പമുള്ള ഓരോ പുരോഹിതരെയുമാണ് ഇന്ന് സഭയ്ക്ക്, ജനങ്ങൾക്ക് ആവശ്യം. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്കു വേണ്ടിയുള്ള പുരോഹിതർ. അവരിലാണ് ആനന്ദമുള്ളത്. അവർക്കാണ് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നത്. അവർക്കാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പൗരോഹിത്യം ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സങ്കീർത്തനങ്ങളിലൂടെയും ഓരോ സുവിശേഷങ്ങളിലൂടെയുമൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പുസ്തകം ഓരോ പുരോഹിതൻ്റെയും അടിസ്ഥാനപരമായ ചിന്തകളിലേക്ക് കടന്നുപോയത്. ഇദ്ദേഹം ഈ ചിന്തകളെല്ലാം അവസാനിപ്പിക്കുന്നത് ചില നിർദ്ദേശങ്ങളിലൂടെയാണ്. അതിപ്രകാരമാണ്: പ്രാർത്ഥനയുടെ കാര്യം ആരും മറക്കേണ്ട. ആവുന്നിടത്തോളം നന്നായി പ്രാർത്ഥിക്കുക. സക്രാരിക്ക് മുന്നിൽ ഉറങ്ങി വീണു പോയാൽ അങ്ങനെയാവട്ടെ, പക്ഷേ പ്രാർത്ഥിക്കുക. ഇതൊരിക്കലും വിട്ടുപോകരുത്. നമ്മുടെ നാഥയാൽ കടാക്ഷിക്കപ്പെടുവാൻ നിങ്ങളെ തന്നെ അനുവദിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച പറ്റരുത്. അവളെ എപ്പോഴും നിങ്ങളുടെ അമ്മയായി സൂക്ഷിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ ജനങ്ങളോടുള്ള സാമീപ്യവും സംലഭ്യതയും നഷ്ടപ്പെടുത്തരുത്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ നർമ്മബോധം കൈവടിയരുത്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. കാരുണ്യത്തിൻ്റെ വഴികളിലൂടെ, പരിശുദ്ധ അമ്മയുടെ സമർപ്പണ വീതിയിലൂടെ ഓരോ പുരോഹിതനും നടക്കുവാൻ സാധിക്കട്ടെ. നല്ലയിടയനായ ഈശോയുടെ മുഖം, അവൻ്റെ ഹൃദയഭാവം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുകമ്പയോടെ, ക്ഷമയോടെ, ആർദ്രതയോടെ മറ്റുള്ളവരെ നയിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല പുരോഹിതരാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആർദ്രതയുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള നല്ല ഹൃദയഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടലെടുക്കാൻ. അങ്ങനെ നല്ല ഇടയനായ യേശുവിൻ്റെ ഹൃദയഭാവം നെഞ്ചിലേറ്റി അജഗണങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, അജഗണങ്ങളുടെ മണമുള്ള പുരോഹിതരാകാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.